നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ? കൈവെക്കാൻ ധൈര്യം ഉണ്ടാകത്തില്ല. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏത് ഉമ്മയാവുള്ളത്? ഇല്ല സഹോദര, മക്കളെ തല്ലാൻ വാപ്പയ്ക്ക് അധികാരമില്ല. കാരണം വാപ്പ നിസ്കരിക്കാറില്ല, പിന്നെ എങ്ങനെ മക്കളെ തല്ലാൻ? ആദ്യം വാപ്പ നിസ്കരിക്കണമല്ലോ, ഉമ്മ നിസ്കരിക്കണമല്ലോ. ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നന്നാകും. നമ്മളാദ്യം നന്നാകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാതെ മക്കളോട് പറയുന്ന പള്ളിയിൽ പോകാൻ എന്തർത്ഥമാണ്? ഉമ്മ പടച്ചവനെ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, മക്കളോട് പറയുന്ന നന്നാകാൻ എങ്ങനാ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ദുആയുണ്ടല്ലോ, നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെന്ന്. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. എന്താണ് ചെയ്യേണ്ട ദുആ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു വാപ്പ ദുആ ചെയ്യണമല്ലോ, ഒരു വാപ്പ ദുആ ചെയ്യണമല്ലോ. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാഹ്, എന്റെ ഭാര്യയെയും മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ്. എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ. ാണെങ്കിലും വാപ്പാടെ ഔറത്താണെങ്കിലും മക്കള് കാണരുത്. അതാരോടാ പറയുന്നത്? കഥകടച്ചിട്ട് മകളെയും കൊണ്ട് കുളിപ്പ അല്ലാഹു ചോദിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. നരകത്തിൽ നിന്ന് നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ല, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ, അവരെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറയുമ്പോ എന്റെ ഉമ്മമാരോട് പറയുന്ന വാപ്പമാരോട് പറയുകയാ, മക്കളല്ല നന്നാകേണ്ടത്, നാട്ടുകാരല്ല നന്നാകേണ്ടത്, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. നിങ്ങൾ നന്നായാ മക്കള് നന്നാകും. ബാപ്പാ,
മക്കള് നന്നാകും ഉമ്മ. ഇല്ലെങ്കിൽ നിന്റെ കുടുംബം തന്നെ തകർന്നു പോവുകയാ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുകയാ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള മൂന്നാമത്തെ കടമ അവനാരാ അല്ലാഹയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, നബിതങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, ദീനിന്റെ ശിആറുകൾ പഠിപ്പിച്ചു കൊടുക്കൂ. മക്കളെ കൊണ്ടുവന്ന് പണം കൊടുത്ത് ഏതെങ്കിലും വലിയ സ്കൂളിൽ കൊണ്ടുവിട്ടാ മക്കള് നന്നാകില്ല. മക്കള് നന്നാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ പുറകെ നടക്കണം ബാപ്പാ. മക്കളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ വിട്ടാ പോരാ. ആ മക്കളെ സ്കൂളിൽ പോകുന്നുണ്ടോ, അവര് പഠിക്കുന്നുണ്ടോ, അവരുടെ കൂട്ടുകാരാരാ, അവരെ കുറിച്ച് പഠിക്കണം ബാപ്പാ. ആ മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ പഠിക്കണേ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിൽക്കുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാ. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് ട്യൂഷന് പോകുന്നുണ്ടോ, അവര് കൃത്യസമയം സ്കൂളിൽ എത്തുന്നുണ്ടോ, ഇതിനെ കുറിച്ച് അന്വേഷിക്കണം. അത് മാത്രമല്ല, മക്കളോട് സംസാരിക്കണമല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമല്ലോ. എന്റെ മക്കളെ നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമല്ലോ. അത് മാത്രമല്ല, ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പാ. നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കണം. പടച്ചവനെ, ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടത്. ഒരു വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എങ്ങനെയാകുമെന്നറിയോ? ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ മക്കൾ ആരാകുമെന്നറിയോ? വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എത്ര വലിയ പദവിയിലെത്തുമെന്നറിയോ? ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഒരു വാപ്പ വളർത്തിയല്ലോ, ഒരു ഉമ്മ വളർത്തിയല്ലോ. വാപ്പയും ഉമ്മയും മക്കളെ വളർത്തിയപ്പോ ആ മക്കൾ ആരായെന്നറിയോ? ഞാനൊരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരാ. എങ്ങനെയാണ് മക്കൾ മക്കളെ വളർത്തേണ്ടത്? ഇതുപോലെ വേണം മാതാപിതാക്കള് മക്കളെ വളർത്താറ്. എങ്ങനെയാ വളർത്തേണ്ടത്? ആരാണെന്നറിയോ? ഈ വാപ്പയെയും ഉമ്മയെയും മകളെയും നിങ്ങളൊന്ന് വിലയിരുത്തണോ. ഇതിലാരാണ് വിജയിച്ചവരെന്ന് പറയാൻ കഴിയോ? ഇതിലാരാണ് ജയിച്ച ആളെന്ന് പറയാൻ കഴിയോ? പരസ്പരം തീർത്തുകൊടുക്കാൻ മനസ്സില്ലാതെ മത്സരിച്ച 3 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് ഒരു ഉമ്മ തന്റെ മക്കളെ വളർത്തേണ്ടത്, ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തേണ്ടത് എന്ന് ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് 40 വയസ്സുള്ള ഖദീജയാ. നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ള ഖദീജ എന്ന് പറയുന്ന ആ മഹദിയ നബിതങ്ങളെന്ന 25 വയസ്സുള്ള നബിതങ്ങളെ വിവാഹം കഴിക്കുകയാ. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ. നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പടച്ചറപ്പേ, നബിതങ്ങൾക്ക് 35ാമത്തെ വയസ്സിലാ ഫാത്തിമ എന്ന് പറയുന്ന മുന്നുമോള് ജനിക്കുന്നത്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ജനിക്കുന്നത് നബിതങ്ങളുടെ 35ാമത്തെ വയസ്സിലാ. പടച്ചറപ്പേ, അങ്ങനെ തന്നെയാണ്. ഫാത്തിമ വരുന്നത് കണ്ടാ നബിതങ്ങൾ വരുന്നത് പോലെയാണ്. ഫാത്തിമ ചിരിക്കുന്നത് നബിതങ്ങളെ ചിരിക്കുന്നത് പോലെയാണ്. എല്ലാവരും പറയും ഉപ്പാന്റെ മകളാ. ഖദീജ ബീവിക്ക് ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ വളർത്തുകയാണ്, നല്ലതുപോലെ വളർത്തുകയാ. അവസാനം റബ്ബേ
ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സുണ്ട്. ഖദീജ ബീവിക്ക് 65 വയസ്സായപ്പോ ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ വീടിന്റെ മുറ്റത്തിങ്ങനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. കുളിച്ചൊരുങ്ങിയിട്ട് ഖദീജ എന്ന 65 വയസ്സുള്ള ആ പ്രായം ചെന്ന ഉമ്മ വീടിന്റെ മുമ്പിൽ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. നബി തങ്ങൾ കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. 65 വയസ്സുള്ള ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ അവിടുത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. 25 വയസ്സുകാരിയല്ല, 35 വയസ്സുകാരിയല്ല, 45കാരിയല്ല, 55കാരിയല്ല, 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഖദീജ, എന്തേ ഖദീജ എന്നെ നോക്കി ചിരിക്കുന്നത് എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രകാശമാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, 65കാരി നബി തങ്ങൾ എന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഇത് ഈ നാട്ടിലെ പെണ്ണിന് തിരിയൂല, ഇത് ഈ നാട്ടിലെ പ്രായമുള്ളവർക്ക് തിരിയൂല. കാരണം പ്രായം ചെന്നാൽ വാപ്പയും ഉമ്മയും 2 റൂമിലാ. 40 കഴിഞ്ഞ 50 കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് വേറെ വേറെ റൂമിലാണ്. ഒരുമിച്ച് കിടക്കാറില്ലല്ലോ, ഒരുമിച്ച് കിടക്കാറില്ലല്ലോ. ഒരുമിച്ച് കിടക്കേണ്ടത് അപ്പോഴാ വാപ്പാ. പ്രായം ചെല്ലുന്ന സമയത്താണ് നീ നിന്റെ ഭാര്യയുടെ കൂടെ കിടക്കേണ്ടത്. പെങ്ങളെ, വികാരം തീർക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കേണ്ടത്. പ്രായം ചെന്ന മുടി നരച്ചു പോയ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടത് മരണത്തിന്റെ സമയത്താ, അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല, യുവത്വത്തിന്റെ സമയത്ത് മാത്രമല്ല. 65കാരിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ എന്ന ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, എന്ത് ഗ്ലാമറാ നബിയേ, എന്ത് സൗന്ദര്യമാ നബിയേ. ഖദീജ, 25 കൊല്ലമായില്ലേ, 25 കൊല്ലമായില്ലേ, 25 വർഷമായിട്ട് കാണുന്നതല്ലേ ഖദീജ? അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയോട് മറുപടി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഫാത്തിമാനെ നല്ലതുപോലെ നോക്കടേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാ, ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാ. ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണം. എന്റെ പൊന്നുമോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കരുത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി നബിയേ. എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തു നബിയേ. 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. 25 വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഭാവം അങ്ങയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക്
എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ഖദീജ എന്ന ഭാര്യ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ നബി തങ്ങൾ വാപൊത്തുകയാ. ഖദീജ, നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, പറയാനൊരു പരാതിയുമില്ല. പെങ്ങളെ, ആരാണ് ഖദീജ എന്നറിയോ? ഖദീജാനെ പോലെ ഒരു പ്രതിഫലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്നത്. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കും. പെങ്ങള്, എന്തിനാണെന്നറിയോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവ് എപ്പോഴും പറയും, നിന്റെ നാവിന് വല്ലാത്ത നീളവാ. പടച്ച റബ്ബേ, നബിതങ്ങൾ പറയുന്നു, ഖദീജ പരാതിയില്ല, യാത്ര പറയല്ലേ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ? ഖദീജ ബീബി പിരിയുന്ന സമയത്ത് നബിതങ്ങൾ കരയുകയാ, അള്ളാന്റെ റസൂല് കരയുകയാ. എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേക്കുകയാണ്. നബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, അവിടുന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയില് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബിതങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എൻ്റെ ശരീരം വേറെ ആരും കാണരുത്, എൻ്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്. അങ്ങ് വേണം എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. നബിതങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയെ? നബിതങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളാഹിയോട് ഖദീജ ബീബി പറയുകയാ, 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാറ്. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമെങ്കിൽ അങ്ങില്ലാതെ പറ്റില്ല നബിയേ, അങ്ങില്ലാതെ പറ്റില്ല നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് വേണം നബിയേ, തരുമോ യാ റസൂലല്ലാഹ്? നബിതങ്ങൾ തലകുലിക്കു. 3ാമതായിട്ട് ഖദീജ ബീബി പറയുകയാ, ഞാൻ മരിച്ച അവസാനം ഖബറിൽ ഇറക്കി വെക്കുമല്ലോ, എന്റെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ അങ്ങിറങ്ങണം നബിയേ, ഖബറിനകത്തിറങ്ങണം നബിയേ, ജനാസ ഇറക്കി വെക്കണം നബിയേ. എന്റെ കബളിന്റെ താഴെ നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. ഫാത്തിമ കാണുകയാ, ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് മരണപ്പെട്ടു. നബി തങ്ങളാ കുളിപ്പിച്ചത്. ഒരു ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫം പൊതിയ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നബി തങ്ങൾ
ചുംബിക്കുകയാ, നബി തങ്ങൾ ചുംബിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. ജനാസ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബി തങ്ങൾ ഇറങ്ങുകയാണ്. നബിതങ്ങൾ ഇറങ്ങുകയാ. ഖബറിനകത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അവിടുന്ന് നബിതങ്ങൾ വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവിടുന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി. നബിതങ്ങൾ മണ്ണ് വാരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. നബിതങ്ങളാണ് ഖദീജ ബീബി കബളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ. ഇനി പടച്ചവനെ 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അലിയാർ തങ്ങൾ എന്ന ഭർത്താവിനോട് അവിടെ അനുവാദം ചോദിച്ചു. എന്റെ ഉപ്പാന്റെ അടുക്കൽ എനിക്ക് പോകണം. അവിടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോട് കടന്നു വരുമ്പോ നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. ഫാത്തിമ എപ്പോ വന്നാലും നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ വാപ്പ എഴുന്നേക്കണമെന്നാണ് നബി തങ്ങൾ. ഫാത്തിമ വന്നാ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് നബിതങ്ങൾക്ക്. പക്ഷേ നബിതങ്ങളെ സുഖമില്ലാതെ കിടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് വന്നപ്പോ നബിതങ്ങൾ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് വാപ്പാന്റെ അടുത്ത് വന്ന് ഫാത്തിമ ഇരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഉപ്പാടെ മരണമെടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ, ഉപ്പാടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ നബിതങ്ങൾ രണ്ടാമതും വിളിച്ചു, മോളെ ഫാത്തിമ, അടുത്തത് നീയാ ഫാത്തിമ. എന്റെ പുറകില് നീയുണ്ട്, എന്റെ തൊട്ടു പുറകില് നീയുണ്ട്. മരണം പറഞ്ഞപ്പോ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. വാപ്പ പറഞ്ഞു, അടുത്തത് നിന്റെ ഊഴമാണ്. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാ. പടച്ച റബ്ബേ, നബി തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടക്കുന്നു. നബി തങ്ങളുടെ ചാരത്ത് ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്നുണ്ട്. ആയിഷ ബീബിയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ റസൂലുള്ളാഹി എന്ന വാപ്പ ആയിഷ ബീബിയുടെ നെഞ്ചിൽ കിടന്നിട്ട് വഫാത്താവുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. അള്ളാന്റെ റസൂലിന്റെ മരണവും കണ്ടു, തന്റെ ഉമ്മയായ ഖദീജ ബീവിയുടെ മരണവും കണ്ടു. ഇനി ഫാത്തിമാനെ അറിയണോ? ഈ വാപ്പായ്ക്കും മകൾക്കും ജനിച്ച ഫാത്തിമയുടെ ചരിത്രം അറിയണോ? പെങ്ങളെ, 29 വയസ്സ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സ് പ്രായമായപ്പോ ഒരു ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഫാത്തിമ ബീബി 29-ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ വരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ
ഉമ്മ നിന്നതുപോലെ റസൂലുള്ള വന്നപ്പോ 65-ാമത്തെ വയസ്സിൽ ഉമ്മ നിന്നതുപോലെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ വാതിലിൽ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. അലിയാർ തങ്ങൾ കടന്നു വന്നു, സലാം പറഞ്ഞു സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാർ തങ്ങളുടെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ ഹസനും ഹുസൈനിനെയും പൊന്നുപോലെ നോക്കണേ. ഹുസൈനിനെയും എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ. എൻ്റെ മക്കളെ തല്ലരുത്, എൻ്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, പോകാ സമയമായി, എൻ്റെ മരണമടുത്തു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളോട് പറയുകയാ, ഞാൻ മരിച്ച പകല് ഖബറടക്കരുത്, രാത്രിയിൽ വേണമെന്നെ ഖബറടക്കാൻ, രാത്രിയിൽ വേണമെന്നെ ഖബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ പകല് ഖബറടക്കിയാൽ, എന്തേ പകല് ഖബറടക്കിയാൽ? അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ പകലാണ് മരിക്കുന്നതെങ്കിൽ, ഖബറടക്കുന്നതെങ്കിൽ, എൻ്റെ കഫം പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. അവരെന്നെ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ്, വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ല. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിൽ ഇറക്കുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, കാരണം വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മയുടെ മകള് പറയുകയാ, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, കാരണം ജനാസ കൊണ്ടുപോകുമ്പോ പോലും ഒരാളും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. പെങ്ങളെ, കല്ലമ്പലത്തും കടുവാപ്പള്ളിയിലും പോയി ഫർദ വാങ്ങുമല്ലോ, ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുമല്ലോ. ഇറങ്ങിക്കിടക്കാര്, നിനക്കിത് തിരിയില്ല പെങ്ങള്. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് അവസാനം അവിടെ നിന്ന് റബ്ബേ അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് യാത്രയായി എന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാവുപ്പാ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാണ്. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിലാണ് വളർത്തേണ്ടത്. വളർത്തണമെങ്കിൽ ആദ്യം ഉമ്മ നേരെയാകണം, വാപ്പ നേരെയാകണം, നിങ്ങൾ ദീനുള്ളവരാകണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം, നിങ്ങൾ ശരീരം മറക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് കണ്ടു വളരുന്ന മക്കള് അവരും നല്ല മക്കളാവുകയാ, അവര് സ്വാലിഹീങ്ങളാവുകയാ, അവര് നിനക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവുകയാ. അല്ലാതെ നിങ്ങൾ വളരെ മോശമായ ജീവിതം നയിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നന്നാകണമെന്ന് വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടുണ്ട് വാപ്പാ, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. പടച്ചവനെ, ഇന്നും ഒരു പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമകളൊന്ന് നന്നാകാ ദുആ ചെയ്യടേ ഉസ്താദേ, സഹിക്കുന്നില്ല എന്റെ മകള് നന്നാകാൻ. എന്റെ പൊന്നുമോള് ഉമ്മാനെ തല്ലുകയാ, ഉമ്മാനെ പിടിച്ച് തള്ളുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ. അതുകൊണ്ട് എന്റെ മകള് നന്നാകാ ദുആ ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലഘട്ടത്തില് നമ്മുടെ മക്കള് നല്ലവരാകണോ,
ആദ്യം നമുക്ക് നന്നാകാം, നമുക്ക് നല്ലവരാകാം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയുമായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം, അവനെ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അതുകൊണ്ട് പെണ്ണ് കെട്ടിയ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും നന്നാകാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഉസ്താദെ, കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യ സുബ്ഹാനല്ലാഹ്, ഓർമ്മപ്പെടുത്തല്ലേ ഉസ്താദെ, വലിയ പ്രയാസമാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. എന്താ ഉണ്ടായിരിക്കുന്നത്? അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലും നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എല്ലാവരും പൊക്കുന്നില്ല, പലരും കൈപൊക്കണില്ല, പലരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേണോ വേണ്ടയോ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദേ, സ്വർഗത്തിലും ഉണ്ടോ ഇവള്? അല്ലേ, ഇവിടെ തന്നെ പറ്റണില്ല. അല്ലാ, അതിന് സ്വർഗത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിലൊക്കെ നല്ലവരാണ് നമ്മുടെ ഭാര്യമാരൊക്കെ, മാറിപ്പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും, ഇതൊക്കെ സ്വാഭാവികം. ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും, അടിയും വഴക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ നല്ലതാ. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പെണ്ണുങ്ങള് ഒന്ന് കൈവക്കിക്കേ. ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹു അഅലം. ഈ അടിയും വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമൊന്നും അല്ല. സ്നേഹമുള്ള നബിതങ്ങളുടെ വീടിനകത്ത് അടിയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി ഇറച്ചിക്കറിയും പാത്രം എറിഞ്ഞു പൊട്ടിച്ചളഞ്ഞു. പിന്നല്ലേ നമ്മുടെ ആമിന, നബിതങ്ങളുടെ ഭാര്യയായ ആ പാത്രം എറിഞ്ഞു പൊട്ടിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ആമിന എത്ര പാവാ. നബിതങ്ങളുടെ വീട്ടിൽ പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, ഉമർ വരുന്ന വഴി കൂടെ പോലും ഇബ്ലീസ് വരുത്തില്ല, അത്രയ്ക്കും പേടിയ ഉമറിന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോൾ ഒരു സഹാബിയുടെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വഴക്കാം. ഈ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഉമർ തങ്ങളോട് പരാതി പറയാൻ ഒരു ചങ്ങാതി പോയി. ഖലീഫയല്ലേ, ഇന്ന് നിന്റെ കാര്യത്തെ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം, പടപേടിച്ച് പന്തളത്ത് പോകുമ്പോൾ പന്തം കൊളുത്തി പടാണ് പറയണമല്ലേ. ഉമർ തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉമർ തങ്ങളുടെ വീട്ടിൽ ഉമർ തങ്ങളുടെ ഭാര്യ വഴ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ വഴക്ക് നടക്കാം. അപ്പൊ ഈ സാധുവായ മനുഷ്യങ്ങനെ വീടിന്റെ മുറ്റത്ത് പോയിട്ട്, അല്ലാഹു ഇതിനേക്കാളും നല്ലത് ആരോട് പറയാനാ, തിരിച്ചു പോയി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ തങ്ങൾ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്നില്ല, എന്തിനാ വന്നേ? ഒന്നുമില്ലപ്പാ, ചുമ്മാ വന്നേ. എന്തിനാപ്പാ വന്നേ? അല്ല, ഞാൻ എൻ്റെ ഭാര്യയെ കുറിച്ച് പറയാമെന്ന്. അപ്പോഴാ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. പെണ്ണുങ്ങൾ ഇങ്ങനെ അപ്പാ, സ്നേഹമുള്ളിടത്തല്ലേ അടിയും വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്കു കൂടിയിട്ട് പിണങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾ ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും തമ്മിൽ പിണക്കം. സാധാരണ ഒരു രാത്രി, അതിനപ്പുറം പോകാറില്ല, പക്ഷെ ആ പിണക്കത്തിൽ നീണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും മിണ്ടണില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മധ്യസ്ഥ പറയാൻ വന്നു. ഭാര്യയുടെ പാപ്പായുമാണ് നബിതങ്ങളുടെ കൂട്ടുകാരോ, മധ്യസ്ഥ പറയാൻ വന്നു. മധ്യസ്ഥ പറയാമെന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നീ ആദ്യം പറയാൻ. നമ്മൾ അങ്ങനല്ല പറയണം, നീ മിണ്ടരുത്, ഞാൻ പറയും.
ഭർത്താവ് പറയും ഭാര്യ മിണ്ടാൻ പാടില്ല. നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ, എന്റെ പരാതി എന്താ പറഞ്ഞോ, എന്റെ വാപ്പയിൽ ഇരിക്കണം പറയാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് നബിതങ്ങളെ പറഞ്ഞു. വാപ്പയല്ലേ മുമ്പിൽ ഇരിക്കുന്നത്, അപ്പൊ ഇത്തിരി സ്വാതന്ത്ര്യം, നിങ്ങള് ഇയാള് എന്നൊക്കെ പറയണ പോലെ എന്തോ പറഞ്ഞു. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സഹിച്ചില്ല, ആയിഷ ബീവിയെ തല്ലി. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവിയെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ വാപ്പായ അബൂബക്കർ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അടിച്ചു കളഞ്ഞു. പടച്ചോനെ ആയിഷ ബീവി കരയാൻ തുടങ്ങി. ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പ തല്ലിയില്ലേ, സങ്കടം കരയാൻ തുടങ്ങി. തൻ്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോൾ പിണങ്ങിയിരുന്ന നബിതങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷാനെ കെട്ടിപ്പിടിച്ചു. പിണക്കമായിരുന്നു, ഭാര്യ ഒന്ന് കരഞ്ഞപ്പോൾ തീർന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണം, എൻ്റെ പെണ്ണുമ്പിള്ളെ തല്ലാൻ നിനക്കാരാ അവകാശം തന്നെ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാ ബന്ധം, ഇതാ ഭാര്യയും ഭർത്താവും, ഇതാണ് ഭാര്യയും ഭർത്താവും. ഒന്ന് കരഞ്ഞാൽ തീരണം സഹോദര. വഴക്കും ബഹളവും ഒക്കെ അടി കൂടണം, എന്ത് വേണമെങ്കിലും കൂടിക്കോ, സ്നേഹമുള്ളിടത്തല്ലേ. പക്ഷെ അതിനൊരു പരിധി ഉണ്ടാകണം. ആയിഷ ബീവി റളിയല്ലാഹു തആല ചെറിയ പെണ്ണ. ഒരിക്കൽ ദേഷ്യം വന്നപ്പോ നബിതങ്ങളോട് ചോദിച്ചു, എപ്പോഴും ഖദീജാനെ കുറിച്ചാ പറയാ നബിതങ്ങൾ. എൻ്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, എൻ്റെ ഖദീജ എങ്ങനാ, നിന്നെ പോലൊന്നും അല്ല എന്ന് നബിതങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും. ഒരിക്കൽ ആയിഷ ബീവിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ചോദിച്ചു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, ലോകത്ത് വേറെ പെണ്ണൊന്നും ഇല്ലെന്ന്. തൻ്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോൾ നബിതങ്ങളെ കരഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് കരയാ. നബിതങ്ങളെ കരഞ്ഞടോ. അല്ലാഹുവിൻ്റെ റസൂലിന് സഹിച്ചില്ല ഖദീജാനെ കിളവി എന്ന് വിളിച്ചത്. നമ്മുടെ പെണ്ണുമ്പിള്ളെ മൂദേവി എന്ന് വിളിച്ചാലും നമ്മൾ മിണ്ടൂല അല്ലേ.